ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്, ജാനുവരി 26. അപ്പം ഞാൻ ഒരു കേക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ലുലുവിലോട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഈ കേക്ക് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ആ കേക്ക് തന്നെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടെ ഒക്കെ വാങ്ങിച്ച് റൂമിലെത്തി. ഞാൻ ഗിഫ്റ്റ് ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാക്ക് ചെയ്യുന്നതിൻ്റെ ഗിഫ്റ്റ് റാപ്പർ ഇവിടെ കീ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ കിട്ടുമല്ലോ. റൂം മൊത്തം അരിച്ച് പറക്കിയിട്ട് എൻ്റെ കൈ കിട്ടിയില്ല. അവസാനം ഞാൻ നമ്മുടെ ഫോയിൽ പേപ്പർ എടുത്തിച്ച് കവർ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വിഷ്ണുവേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. കാരണം ഇതിന് സർപ്രൈസ് ഒന്നുമില്ല, കാരണം വിഷ്ണുവേട്ടൻ ഓൾറെഡി അറിയാം ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യുമെന്നൊക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് അവർ അച്ഛനും മോനും കൂടി ഇരുന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ആ സമയത്ത് നാട്ടിൽ നിന്ന് വിഷ്ണുവേട്ടൻ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വീഡിയോ കോളിലുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു. വിഷ്ണുവേട്ടൻ്റെ കേക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഞാൻ വിചാരിച്ച അത്ര ടേസ്റ്റ് എനിക്ക് കേക്കിന് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതേ അവർക്കൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് പറയണത് അതിനകത്തുനിന്ന് പൊടി പോലെ എന്തൊക്കെയോ പൊഴിഞ്ഞു പോകാമെന്നൊക്കെ. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് ഇപ്രാവശ്യം ഞാൻ ഗസ് ചെയ്യാൻ പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ്, കാരണം വെയിറ്റ് ഒന്നും ഇല്ല. കാരണം ഇപ്രാവശ്യം പ്രതീക്ഷിച്ചതും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു ഗിഫ്റ്റ് കേട്ടോ. ആ കാര്യത്തിൽ ഭയങ്കര സർപ്രൈസായിരുന്നു പുള്ളിക്കാരൻ. അത് ഞാനൊരു കുഞ്ഞൊരു കോയിനായിരുന്നു വാങ്ങിച്ചത്. കുറേ നാളുകൊണ്ടേ ഇത്രയും നാളായിട്ട് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഞാൻ എങ്ങനെയും വാങ്ങണമെന്ന് കരുതി തന്നെ ഇരുന്നതാണ്. ഞാനൊരു കുഞ്ഞു കോയിൻ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെച്ചൊരു സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.